വെൽക്കം ടു K-Drama Explanation. ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ ലിറ്റിൽ ഹാപ്പിനെസ് എന്ന ഡ്രാമയിലെ 5th എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഗായ്സ്, നമ്മളിപ്പോൾ ഈ ഡ്രാമ നന്നായി നീട്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഗായ്സ്, ഒരു വീഡിയോയിൽ 3 എപ്പിസോഡ് വെച്ചാണ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ 4 എപ്പിസോഡാണ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ 3 എപ്പിസോഡ്സും കൂടെ ആകുമ്പോൾ 7 എപ്പിസോഡാവും. ഇനി എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ 3 എപ്പിസോഡ് വെച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഒരു മടയും കൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് വഴി എൻ്റെ വീഡിയോസിൽ എനിക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിത് ശരിയാക്കാൻ കഴിയും. സോ അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി എല്ലാ എപ്പിസോഡും വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം കൂട്ടി കലർത്തി ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസിന് ഇനി വരുന്ന വീഡിയോസിനൊക്കെ നല്ല ലെങ്ത് ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 3 എപ്പിസോഡ്സും ഞാൻ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ കാരണം നമുക്ക് ഈ ഡ്രാമ എത്രയും പെട്ടെന്ന് തീർക്കണം. സോ ഗൈസ്, അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വൃദ്ധനെ ബ്രെയിൻ ട്യൂമറാണ് അങ്ങനെയൊക്കെ. ആ ട്യൂമർ ബാധിച്ച വൃദ്ധനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നിന്ന് ഇറങ്ങി വരുന്ന ഷോഷിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ റോങ് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഷോഷിങ് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ബോധം ഇപ്പോൾ വരില്ല, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന്. എന്നിട്ട് റോങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ പോകുന്നില്ലേ, സമയം ഒത്തിരി ആയല്ലോ. അപ്പോൾ നമ്മുടെ റോങ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ആരുമില്ലല്ലോ, അപ്പോൾ ഞാനിന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഷോഷിങ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ കുറേ സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടെന്ന്. ഒരുവിധം നമ്മുടെ ഷോഷിങ് റോങ്ങിനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ കസിൻ ബ്രദർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കസിൻ ബ്രദറിനോട് ഷോഷിങ് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഈ സീൻ കട്ട് ചെയ്ത് ഞാൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചെങ്ങിനെയാണ്. നമ്മുടെ ചെങ് സാധനങ്ങളൊക്കെ മേടിച്ച് ബുൾസൈക്ക് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മുടെ ചെങ് നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു വെച്ചിരുന്നു, അതുകൊണ്ട് അവർക്കൊന്ന് രാത്രി പട്ടിണി അടയ്ക്കേണ്ടി വന്നിരുന്നില്ല. നമ്മുടെ ഈ സീൻ കട്ട് ചെയ്ത് ഞാൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഷോഷിങ്ങിനെയും കസിൻ ബ്രദറിനെയുമാണ്. അപ്പോൾ നമ്മുടെ കസിൻ ബ്രദർ ഷോഷിങ്ങിന് ഒരു പിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ റോങ് ഉറങ്ങുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഷോഷിങ് കസിൻ ബ്രദറിനോട് ചോദിച്ച ഹെൽപ്പും അതുപോലെ തന്നെ നമ്മുടെ ചെങ് റോങ്ങിൻ്റെ വീട്ടിൽ പോയ കാര്യവും. അപ്പോൾ ഷോഷിങ് കസിൻ ബ്രദറിനോട് ചോദിച്ച ഹെൽപ്പ് എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കസിൻ ബ്രദർ എന്നിട്ട് ഷോഷിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ബോസ്, നിങ്ങൾക്ക് ശരിക്കും എൻ്റെ സിസ്റ്ററിനെ ഇഷ്ടമാണോ? നിങ്ങൾ എന്തിനാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മേൽ ഇത്ര കെയറിങ് കാണിക്കുന്നത്? ഇത് കേട്ട ഷോഷിങ് കസിൻ ബ്രദറിനോട് തിരിച്ച് പറയുന്നുണ്ട്, നീ ഇനിയും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ സബ്മിഷൻ ഡേറ്റ് ഞാൻ കുറച്ച് നേരത്തെ ആക്കും. നീ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഡേറ്റ് ലേറ്റാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട കസിൻ ബ്രദർ അപ്പാടെ വായടയ്ക്കുന്നുണ്ട്. ഈ സീൻ കട്ട് ചെയ്ത് ഞാൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ റോങ്ങും ഷോഷിങ്ങും കൂടി ജോഗിങ്ങിന് പോകുന്നതാണ്. ജോഗിങ് ഒക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ചൊരിടത്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോങ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എങ്ങനെയുണ്ടെന്ന്. ഈ അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ട്യൂമർ ബാധിച്ച വൃദ്ധനാണ്. അപ്പോൾ നമ്മുടെ ഷോഷിങ് പറയുന്നുണ്ട്, ഇല്ല, അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല എന്ന്. പിന്നെ നമ്മുടെ ഷോഷിങ് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, എന്തെന്നാൽ റോങ്, നീ ഇന്നലെ ആ വൃദ്ധനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ നീ എന്താണ് ഇങ്ങനെ ഞെട്ടലോടെ നോക്കി നിന്നതെന്ന്. അപ്പോൾ നമ്മുടെ റോങ് പറയുന്നുണ്ട്, കാരണം ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയ ആ ഒരു സംഭവം ഓർമ്മിച്ചു എന്ന്. അതും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോങ് ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ്? അപ്പോൾ നമ്മുടെ ഷോഷിങ് പറയുന്നുണ്ട്, ഇനി നിൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂംസെങ്കിലും കാണുമല്ലോ. ഈ സീൻ കട്ട് ചെയ്ത് ഞാൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചെങ്ങിൻ്റെ അമ്മയും അച്ഛനെയുമാണ്. ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെങ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛാ നിങ്ങളെൻ്റെ ഹോട്ടൽ പൂട്ടിച്ചതെന്ന്. അപ്പോൾ നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പം മോളെ അതിൻ്റെ ഒരു ആവശ്യമില്ല, നീ എന്തിനാണ് നമ്മളെ കഷ്ടപ്പെടുന്നത്, ഇവിടെ ആവശ്യത്തിന് ക്യാഷൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചെങ് പറയുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടമല്ലേ അച്ഛാ. അപ്പോൾ നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ വാശി പിടിക്കരുത്, അത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് പൂട്ടിച്ചത്, നീ ഇനി അത് തുറക്കാൻ ശ്രമിക്കേണ്ടെന്ന്. ഇത് കേട്ട ചെങ്ങിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും ദൂതനെ പോലെ നമ്മുടെ വെൻറാങ് അവിടെ എത്തുന്നത്. റങ്ങിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചെങ്ങിന് തോന്നിയത് കുതിരയിൽ തന്നെ രക്ഷിക്കാൻ വരുന്ന രാജാവിനെ പോലെയാണ്. റങ് അടുത്തുനിന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരെ കാത്തടി നീ ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോഴാണ് നമ്മുടെ ചെങ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത് തന്നെ. എന്നിട്ട് നമ്മുടെ ചെങ് പറയുന്നുണ്ട്, നീ എവിടെ പോകുമെന്ന്. അപ്പോൾ നമ്മുടെ റങ് പറയുന്നുണ്ട്, ഞാൻ ബുക്ക് സ്റ്റാളിൽ പോകുകയെന്ന്. അപ്പോൾ ചെങ് പറയുന്നുണ്ട്, എന്നെയും കൂടെ അവിടെ നിന്ന് ആക്കാവോ എന്ന്. അപ്പോൾ നമ്മുടെ ചെങ് പറയുന്നുണ്ട്, സോറി, ചെങ് അല്ല റങ്,
റങ് പറയുന്നുണ്ട്, നിനക്കതിന് വണ്ടിയില്ല, നീ വണ്ടിയിൽ പോകൂടെ എന്ന്. അപ്പോൾ നമ്മുടെ ചെങ് ഒന്ന് പരിങ്ങിയിട്ട് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ, നീ എന്തായാലും അവിടെ വരെ പോവുകയല്ലേ, അപ്പോൾ എന്നെയും കൂടെ അവിടെ ഒന്ന് ഇറക്കിയതേ. ശേഷം ഗതി കെട്ട് നമ്മുടെ ചെങ്ങിനെയും കൊണ്ട് നമ്മുടെ റങ് പോവുകയാണ്. ഈ സീൻ കട്ട് ചെയ്ത് ഞാൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കൊങ്റോങ് ആ വൃദ്ധന് വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ വിഷമിക്കേണ്ട, സാറിന് ആരുമില്ലെങ്കിലും ഞാനുണ്ട്. സാറിൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങി പറ്റിച്ചവരെയൊക്കെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടാകുമെന്ന്. ഇതൊക്കെ ദൂരെ നിന്ന് നമ്മുടെ ഷൗഷിങ് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ സീൻ കട്ട് ചെയ്താൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചെങ്ങിനെയും റങ്ങിനെയുമാണ്. നമ്മുടെ റങ് കഴിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം അവനോട് ചോദിക്കാണ്ട് എടുത്ത് ആർത്തിയോടെ തിന്നുകയാണ്. അപ്പോൾ നമ്മുടെ റങ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭക്ഷണം കാണാതെ കിടക്കുവാണോ? അപ്പോൾ നമ്മുടെ റങ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കാശ് കൊടുത്ത് വാങ്ങുന്നത് ഞാനും തിന്നുന്നത് അവളും. ഈ സീൻ കട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ റോങ്ങിനെയാണ്. റോങ്ങിന് തൻ്റെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനുവേണ്ടി അവിടേക്ക് പോവുകയാണെന്നുണ്ട് റോങ്. മീറ്റിങ്ങിൽ ടീം മാനേജറും മറ്റുള്ളവരൊക്കെ ഉണ്ട്. ടീം മാനേജർ മീറ്റിംഗ് സംഘടിപ്പിച്ചതിൻ്റെ കാര്യം എല്ലാവരുടെയും വർക്ക് ഏതുവരെ എത്തിയെന്ന് അറിയാനാണ്. അപ്പോൾ ഓരോരുത്തരുടെയും വർക്കിനെ കുറിച്ച് ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. റോങ് പറയുന്നുണ്ട്, ഞാൻ നോക്കുന്ന പേഷ്യൻറ്റിന് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ബോധം തെളിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീം മാനേജർ പറയുന്നുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന്. ശേഷം മീറ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ റോങ് വാഷ്റൂമിൽ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ റോങ് കസിൻ ബ്രദറിനൊരു മെസ്സേജ് ഇടുന്നത്, ഇന്ന് എനിക്കൊരു പാർട്ടി ഉണ്ട്, ഞാൻ വരാൻ വൈകുമെന്ന്. അപ്പോൾ തിരിച്ച് മെസ്സേജ് വരുന്നുണ്ട്, ആരാ, നമ്മുടെ ഷൗഷിങ്ങിൻ്റെ. ഏത് പാർട്ടി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ റോങ് വിചാരിക്കുന്നുണ്ട്, ഞാൻ പാർട്ടിക്ക് പോയ കാര്യം ഇവനെങ്ങനെ അറിഞ്ഞ്? അപ്പോഴല്ലേ നോക്കുന്നത് നമ്പർ മാറി മെസ്സേജ് ചെയ്തത് നമ്മുടെ ഷൗഷിങ്ങിനാണ്. ശേഷം ടീം മാനേജർ സംഘടിപ്പിച്ച പാർട്ടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും നന്നായി ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾ ഡ്രിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ ടീം മാനേജർ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഡ്രിങ്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ റോങ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ടെന്ന്, അതൊന്നും തന്നെ കൾച്ചറിന് ചേരുന്ന അല്ല എന്ന് ടീം മാനേജറിനോട് നമ്മുടെ റോങ് പറയുന്നുണ്ട്. ശേഷം ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ റോങ് നന്നായി ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷൗഷിങ് അവിടെ എത്തി. വിചാരിക്കുന്നുണ്ട്, ഇവക്ക് എന്താ ഇത് പറ്റിയെന്ന്. അപ്പോഴല്ലേ മനസ്സിലാകുന്നത്, പാർട്ടിക്ക് പോയി എന്തായാലും കുടിക്കുമല്ലോ. അപ്പോൾ നന്നായി കുടിച്ചിട്ടുണ്ടെന്ന കാര്യം മനസ്സിലായി. എന്നിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഷൗഷിങ് റോങ്ങിനോടായി ചോദിച്ചു, നീ എന്താ ഇത്രയും ഇന്ന് കുടിച്ചതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് കുടിക്കണമെന്ന് തോന്നി ഞാൻ കുടിച്ചു, ദാറ്റ്സ് ഓൾ. ശേഷം നമ്മുടെ ഷൗഷിങ് റോങ്ങിനെയും എടുത്ത് റൂമിൽ കൊണ്ട് കിടത്തുകയാണ്. എന്നിട്ട് കിടത്തിയിട്ട് പോകാൻ നേരത്ത് നമ്മുടെ റോങ് ഷൗഷിങ്ങിൻ്റെ കൈ പിടിക്കുകയാണ്. ഈ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ റോങ് രാവിലെ എഴുന്നേറ്റ് ബോധമൊക്കെ വന്ന് ഉണർന്നിരിക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ റോങ്ങിന് ഇന്നലെ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്, അവന് കെട്ടിപ്പിടുത്തതൊക്കെ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി കോഫി വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി കോഫി വാങ്ങിയും പൈസ കൊടുക്കാൻ നേരത്ത് കടക്കാരൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പൈസ നേരത്തെ തന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ റോങ് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് തന്നേ എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത കടയിൽ എന്തോ സാധനം വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും ബില്ലടയ്ക്കാൻ നേരത്ത് പറയുന്നുണ്ട്, ഇതിൻ്റെ പൈസ തന്നായിരുന്നു എന്ന്. എന്നിട്ട് ടാക്സിയിൽ കയറാൻ നേരത്ത് ആ ടാക്സി ഡ്രൈവർ അങ്ങോട്ട് പറയുന്ന മുമ്പേ നമ്മുടെ റോങ് പറഞ്ഞു, ഇതിൻ്റെ ക്യാഷും തന്നായിരിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട്, തന്നായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചെങ്ങിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടി, ഞാൻ കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ നേരത്ത് സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ബില്ല് കൊടുക്കാൻ നേരത്ത് എല്ലാവരും പറയുന്നുണ്ട് പൈസ തന്നായിരുന്നു എന്ന്. എനിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. ഈ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ റോങ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ കറണ്ടില്ല എന്നൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് തൻ്റെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി വീടിനകത്ത് കയറാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നത് കണ്ടത്. അതിൻ്റെ മുകളിലായി എന്തോ നമ്മുടെ കെമിസ്ട്രിയിലെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ എന്തോ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ റോങ് ടാക്സിയിൽ കയറാൻ നേരത്തും ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം, കെമിസ്ട്രി ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു സാധനം നമുക്ക് അവിടെ നിന്നും കിട്ടി. അപ്പോഴാണ് അവളൊരു കാര്യം ഓർക്കുന്നത്, എനിക്ക് അവിടെ നിന്നും ഒരു ഇതുപോലെ തന്നെ ഒരു സാധനം കിട്ടിയല്ലോ, അപ്പോൾ എന്നെ ആരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് പേടിച്ച നമ്മുടെ റോങ് ചെങ്ങിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെങ് പറയുന്നുണ്ട്, നീ പേടിക്കാതെ, എന്തായാലും നമുക്ക് ആ വീട്ടിൽ പിന്നെ താമസിക്കാനുള്ളതല്ലേ, അപ്പോൾ നീ കാര്യം എന്താണെന്ന് നോക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റോങ് അവനെ അടിക്കാനായി കുടയൊക്കെ എടുത്ത് പതുക്കെ റൂമിലേക്ക് കയറി.